പാലക്കാട് ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആരാ പ്രഖ്യാപിച്ചതെന്ന് നമുക്ക് ഇക്ബാലിനോട് ചോദിക്കാം. ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പാലക്കാട്ട് കാട്ടാന ആക്രമണത്തിൽ അലൻ കൊല്ലപ്പെട്ടതിലാണ് ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നത്. ഇപ്പോൾ പാലക്കാട് ഹർത്താൽ പ്രഖ്യാപിച്ചു എന്ന വാർത്ത വരുന്നുണ്ട്. നമുക്കൊപ്പം ഇക്ബാലുണ്ട്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് നഗരമധ്യത്തിലൂടെ പ്രതിഷേധവുമായി നാട്ടുകാർ പോകുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. പാലക്കാട് അലനെ കൊലപ്പെടുത്തുകയും അലൻ്റെ അമ്മ വിജിയെ വളരെ ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തിരുന്നു. ഇന്നലെ വൈകുന്നേരം 7:30 കാട്ടാന ചക്ക കഴിച്ചിട്ടിറങ്ങിയ കാട്ടാന വഴിയിലൂടെ നടന്നു പോവുകയായിരുന്ന അലനെയും വിജിയെയും ആക്രമിക്കുകയായിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ കടകളടച്ച് ഹർത്താൽ ആചരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നതെന്ന് അറിയുന്നു. ഇക്ബാലുണ്ട്. ഇക്ബാൽ, ഗുഡ് മോർണിംഗ് ഇക്ബാൽ. ഒരിക്കൽ കൂടി എന്താണ് ഇപ്പോൾ പാലക്കാട് നടക്കുന്നത്? ഈ ദൃശ്യങ്ങൾ മുണ്ടൂരിലെ ദൃശ്യങ്ങളാണോ? ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ടോ പാലക്കാട് ഏതു ഭാഗത്താണ് ഹർത്താൽ? അരുൺ, അതായത് മുണ്ടൂർ പഞ്ചായത്ത് പരിധിയിലാണ് ഇപ്പോൾ CPM ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ള അലൻ്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാകും വരെ ഇന്നലെ തന്നെ അറിയിച്ചത്. കാരണം ഈ കാട്ടാനയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞിട്ടും ഓക്കെ, ഇക്ബാൽ അറക്കലാണ് ഇപ്പോൾ ചേരുന്നത്. മുണ്ടൂർ പഞ്ചായത്ത് പരിധിയിൽ ഇത് CPM പ്രവർത്തകർ ആഹ്വാനം ചെയ്തിരിക്കുന്ന ഹർത്താലാണ്. മുണ്ടൂർ പഞ്ചായത്ത് പരിധിയിലാണ് നിലവിൽ ഇന്ന് അലൻ്റെ മൃതദേഹം സംസ്കരിക്കുന്നതുവരെ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. DFO മാർച്ചുണ്ട്, BJPയുടേത്, കോൺഗ്രസിൻ്റെയും പ്രതിഷേധമുണ്ടെന്ന് അറിയുന്നു. എന്തായാലും മുണ്ടൂരിൽ ജനവാസ മേഖലയിൽ ഇറങ്ങി കാട്ടാന ഒരു ജീവനെടുത്തു. അലൻ എന്ന് പറഞ്ഞ 24 വയസ്സുകാരൻ്റെ ജീവനാണ് ഇന്നലെ കാട്ടാന എടുത്തത്. അലൻ്റെ അമ്മയെ ഇപ്പോൾ ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ മുണ്ടൂരിലൂടെ CPM പ്രവർത്തകർ നടത്തുന്ന പ്രതിഷേധ മാർച്ചാണ് തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പം ഇക്ബാൽ തുടരുന്നുണ്ട്. ഇക്ബാൽ, തുടരാവുന്നതാണ്. ശബ്ദത്തിൽ ചെറിയ തടസ്സമുണ്ടായിരുന്നു. ഇന്ന് ഈ അലൻ്റെ സംസ്കാര ചടങ്ങുകൾ കഴിയുന്നതുവരെ മുണ്ടൂർ പഞ്ചായത്ത് പരിധിയിലാണോ ഇപ്പോൾ ഹർത്താലുള്ളത്? ആർക്കെതിരെയാണ് CPM പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുന്നത്? അവരുടെ സർക്കാരാണല്ലോ ഭരിക്കുന്നത്. അരുൺ, അതായത് വനവകുപ്പിനെതിരെയാണ് CPMൻ്റെ പ്രതിഷേധം. അതായത് ഈ കാട്ടാനകൾ ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയ വിവരം അത് ഈ വനവകുപ്പിന് കൃത്യമായി അറിയാമായിരുന്നു. പക്ഷേ ആ വിവരം നാട്ടുകാരെ അറിയിക്കുന്നതിൽ വനവകുപ്പിന് വീഴ്ച സംഭവിച്ചു. ആ വീഴ്ച കാരണമാണ് ഇത്തരത്തിൽ ഒരു യുവാവിന് ജീവൻ നഷ്ടമാവുന്ന സാഹചര്യം പാലക്കാട് മുണ്ടൂർ ഉണ്ടായതെന്നാണ് CPM ആരോപിക്കുന്നത്. നേരത്തെ തന്നെ CPM പലതവണ ഈ കാട്ടാന ആക്രമണങ്ങളും വന്യജീവി ആക്രമണങ്ങളും ഉണ്ടായപ്പോൾ പാലക്കാട് DFO ഓഫീസിലേക്ക് ഉൾപ്പെടെ മാർച്ച് നടത്തിയിരുന്നു. അതേ നേതാക്കളുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ പ്രതിഷേധവും തുടരുന്നത്. ഇപ്പോൾ CPM നേതാക്കൾ അടിയന്തരമായി ഈ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുള്ള വനനിയമം ഭേദഗതി ചെയ്യണം. ഒന്ന്, ഞങ്ങൾ വെക്കണ കാര്യത. രണ്ട്, RRTക്ക് ഒരു സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട്. അവിടെ AC റൂമിട്ട് RRTക്കാർ അവിടെ ഇരുന്ന് മോണിറ്റർ ചെയ്യുന്നുണ്ട്. അവരാ മോണിറ്റർ ചെയ്യുമ്പോൾ കാട്ടാന ഇറങ്ങിയാൽ നാട്ടുകാരെ അറിയിക്കണം. അത് ഉണ്ടായില്ല എന്നുള്ളതാണ് ഈ ദുരന്തത്തിലേക്ക് എത്തിച്ചത്. ഈ നാട്ടുകാരെ കൃത്യമായി വിവരം അറിയിക്കുന്നതിൽ വനവകുപ്പിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. RRTക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു റൂമുണ്ട് അവിടെ. നിങ്ങൾ പോയി നോക്കൂ. DFO ഓഫീസിന്റെ പിന്നിൽ പുതിയൊരു RRT ക്യാമ്പ് ഉണ്ട്. അതിനകത്ത് മോണിറ്റർ സിസ്റ്റം ഉണ്ട്. ഈ ഇവിടെ CCTV ക്യാമറ വെച്ചിട്ടുണ്ട്, മോണിറ്റർ ചെയ്യുന്നുണ്ട്. അത് വെച്ച് ഇവർക്ക് വിവരം കൊടുക്കണം. അത് കൊടുത്തിട്ടില്ല. കൊടുത്തിരുന്നെങ്കിൽ ഈ ദുരന്തം ഉണ്ടാവില്ല. ഒരു 22 വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ മരിക്കില്ല. അവന്റെ അമ്മ നിത്യരോഗിയായി മാറില്ല. 2 ഷോൾഡറിലും പൊട്ടിയിട്ടുണ്ട്. നിങ്ങൾ തടയണ്ട, ഞങ്ങളങ്ങ് പോകണം. അത് കഴിഞ്ഞ് മാർച്ച് ചെയ്യണം. അപ്പോൾ അങ്ങനെ നിത്യരോഗിയായി മാറുന്ന ഒരു സ്ഥിതിയാണുള്ളത്. അവരെന്ന് എങ്ങനെ ജീവിക്കും? ഇനി പ്രശ്നമാണ്. ആദ്യത്തെ അല്ല, 9ാമത്തെ ആളാണിപ്പോൾ. അതുകൊണ്ടാണ് പ്രതികരണം. ഉൾപ്പെടെ സ്ഥാപിക്കുന്നത് അത് അതിന് അറ്റകുറ്റപ്പണിയിലേക്ക് ഒരു വീഴ്ച, അതിന്റെ വീഴ്ച അത് വേറെയുണ്ട്. കാരണം അത് നേരത്തെ കംപ്ലീറ്റ് ചെയ്യാത്തതിന്റെ പ്രശ്നം. ഇപ്പൊ അതല്ല, ഇത് കുറെ സമരങ്ങളുടെ തുടർച്ചയായി ഞങ്ങളൊരു കാര്യം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെമ്പാടുണ്ട് കേട്ടോ ഈ മോണിറ്ററിംഗ് സിസ്റ്റം ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ ഇവിടെ പോയാൽ നിങ്ങൾ പോയി നോക്കൂ. നിങ്ങളും കൂടി സഹായിക്കണം ഈ കാര്യത്തിൽ. അവരെന്ത് ചെയ്തു? അവിടെ ഇരുന്ന് മോണിറ്റർ ചെയ്യണ ഉദ്യോഗസ്ഥന്മാർ ഇവിടെ വന്ന് ആനയെ കാട്ടിലേക്ക് കയറ്റി വിട്ടു എന്ന് പറഞ്ഞ് തിരിച്ചു വരുത്. ഞങ്ങൾ നേരത്തെ ഒരു സമരത്തിൽ പറഞ്ഞതാണ്, നിങ്ങൾ ആന ഇങ്ങനെ അപകടകരമായിട്ടുള്ള ജീവികൾ വന്നാൽ നിങ്ങൾ ജനങ്ങളെ അറിയിക്കണം, അനൗൺസ്മെന്റ് നടത്തി അറിയിക്കണം. ഇതെല്ലാം അംഗീകരിച്ചതാണ്. ഗവൺമെന്റിന്റെ കയ്യിലുണ്ട്, DFOന്റെ കയ്യിലുണ്ട്. അവരത് ചെയ്തില്ല എന്നുള്ളതുകൊണ്ടാണ് ഈ ജീവൻ പൊലിഞ്ഞത്. DFO ഉൾപ്പെടെ ഇവിടെ വന്നു എന്ന് പറയുന്നു. അപ്പോൾ അവരുമായി ചർച്ച ചെയ്ത് വിഷയങ്ങൾ അറിയിക്കാൻ വന്നിട്ടില്ല. ഞങ്ങൾ ഇന്നലെ കഴിഞ്ഞ ശേഷം DFOനെ വിളിച്ചു, ഞങ്ങൾ വിളിച്ചു. അത് കഴിഞ്ഞ് MLA വിളിച്ചു. പ്രഭാരേട്ടപ്പോൾ വരുന്നുണ്ട്. ഞങ്ങൾ വിളിച്ച ശേഷം അവർ പറഞ്ഞു രാവിലെ കളക്ടറായിട്ട് ചർച്ച ചെയ്തിട്ട് വരാനാണ്. ഞങ്ങൾ പറയണം, നിങ്ങൾ തയ്യാറാക്കിയ ഈ സംവിധാനത്തെ ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണം. ഉദ്യോഗസ്ഥന്മാരുടെ ലാഗിംഗ് ആണ് ഇപ്പോൾ വന്ന പ്രശ്നം. വനവകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് വലിയ അതുണ്ടല്ലോ, നിങ്ങൾക്ക് കാണാം. കാരണം അവരുടെ കയ്യിലുണ്ട് ഈ സംഭവം.
ഏതായാലും അരുൺ, ഇതാണ് വനവകുപ്പിന് വന്നിട്ടുള്ള വീഴ്ച. ആ വീഴ്ച കാരണമാണ് ഇത്തരത്തിൽ 22 വയസ്സുകാരനായ അലന് ഈ കാട്ടാനയുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടമായെന്നാണ് CPM ആരോപിക്കുന്നത്. അത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ CPM ഇത്തരത്തിൽ ഹർത്താൽ ആഹ്വാനം ചെയ്തിട്ടുള്ളത്. മുണ്ടൂർ പഞ്ചായത്ത് പരിധിയിലാണ് അലന്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാവുന്നതുവരെ ഹർത്താലിന് ഇപ്പോൾ CPM ആഹ്വാനം ചെയ്തിട്ടുള്ളത്. മുണ്ടൂർ കപ്പളിപ്പാറയിൽ നിന്ന് ഇപ്പോൾ CPM-ന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് ആരംഭിച്ചിരിക്കുന്നു. ഈ കാട്ടാന ആക്രമണം ഉണ്ടായിട്ടുള്ള കണ്ണാടൻ ചോല വരെയാണ് CPM ഇപ്പോൾ ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുകയും ചെയ്യുന്നത്. ഇന്നലെ തന്നെ CPM ഇത്തരത്തിൽ വലിയ രീതിയിൽ വനവകുപ്പിനെതിരെ രൂക്ഷമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്തേക്ക് എത്തുകയായിരുന്നു. ഏതായാലും ഇപ്പോൾ 100 കണക്കിന് CPM നേതാക്കളുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ പ്രതിഷേധം. വനംവകുപ്പ് മന്ത്രി K. ശശീന്ദ്രന്റെ പ്രതികരണം കൂടി വരുന്നുണ്ട്. നമുക്ക് ആ പ്രതികരണം